മധുരരാജ എന്ന സിനിമയുടെ റിവ്യൂ പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇവനെ കൂട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്കും ഇതുപോലത്തെ ഒരുപാട് കൂട്ടുകാരുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് റിവ്യൂ ഫാക്ടറിയിൽ മധുരരാജ എന്ന മാസ് എൻ്റർടൈനറിൻ്റെ റിവ്യൂ ആണ് പറയാനായിട്ട് പോകുന്നത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2010 ഇറങ്ങിയിട്ടുള്ള പോക്കിരി രാജ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 2019 ഇറങ്ങിയ മധുരരാജയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം രണ്ട് കഥയ്ക്കും തമ്മിൽ വളരെയധികം സാമ്യമുണ്ട്. പ്രോപ്പറായിട്ടുള്ളൊരു സീക്വലാണ്. മധുരരാജ വേറൊരു ടെറൈനിൽ നടക്കുന്ന രാജയുടെ കഥയാണെന്ന് മാത്രം. രാജയുടെ അച്ഛനെ പതിവ് പോലെ ഒരു പ്രശ്നം വരുന്നു. അപ്പോൾ രാജ വരുന്നു. ഫസ്റ്റ് ഹാഫിൽ രാജ എന്നുള്ള ക്യാരക്ടറിന് ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് ബിൽഡപ്പിന് വേണ്ടി കുറച്ചധികം സമയം ചിലവാക്കുന്നുണ്ടെങ്കിൽ കൂടി ആ ഒരു മീൻ ടൈം സലീം കുമാർ പോലത്തെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കൊമേഡിയൻ നന്നായിട്ട് പുൾ ഓഫ് ചെയ്യുന്നുണ്ട്. പല രംഗങ്ങളിലും സലീം കുമാറിന്റെ കോമഡിക്ക് ഒരുപാട് കാലത്തിന് ശേഷം ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുള്ള സിനിമയാണ് മധുരരാജ. ഫസ്റ്റ് പാർട്ടിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച സൂര്യ എന്ന കഥാപാത്രം രണ്ടാം ഭാഗത്തിൽ എവിടെ പോയി എന്നുള്ളതിൻ്റെ ഒരു അഭാവം വളരെ ബുദ്ധിപരമായിട്ട് ഓഡിയൻസ് കൈയടിച്ച് ആഘോഷിക്കുന്ന പോലെ ഒരു ഡയലോഗിൽ കമ്മിറ്റ് ചെയ്യുന്നുണ്ട് ഉദയകൃഷ്ണ എന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള റൈറ്റർ. ഒരു ഡയറക്ടർ എന്ന നിലയിൽ ആഘോഷ സിനിമകൾ പിടിക്കാൻ, കൊമേഴ്ഷ്യലി വർക്കൗട്ട് ആവുന്ന സിനിമകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈശാഖ് എന്ന ഫിലിം മേക്കറിനുള്ള കഴിവ് മാർക്ക് ചെയ്യുന്നുണ്ട് മധുരരാജ എന്ന സിനിമ. മധുരരാജയുടെ ട്രെയിലർ വന്നപ്പോൾ നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്തത് അത് തന്നെ പൂർണ്ണമായിട്ട് ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു സിനിമയാണ് മധുരരാജ എന്ന 2 മണിക്കൂർ 40 മിനിറ്റ് നീളുന്ന മാസ് മസാല എന്റർടൈനർ. സ്ഥിരം ഉദയകൃഷ്ണൻ എഴുതുന്ന സിനിമകളിലുള്ള പോലെ തന്നെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇവിടെ അങ്ങനെ പ്രോപ്പറായിട്ട് ഒരു ക്യാരക്ടറൈസേഷൻ ഒന്നുമില്ല. ടു ദ എൻഡ് ഇതൊരു മെയിൽ ഡൊമൈൻ്റെ സെലിബ്രേഷൻ മാത്രമാണ്. രാജയുടെ ഒരു ട്രാവലാണ് ഈ സിനിമ. പക്ഷേ ആസ് എ ക്യാരക്ടർ അങ്ങനെ വലിയ കാര്യത്തിൽ പോക്കിരാജ പോലെ ട്രാവൽ ചെയ്യുന്നില്ലെങ്കിൽ കൂടി ക്യാരക്ടർ കുറേയും കൂടി തമാശയൊക്കെ ഉൾപ്പെടുത്തി വളരെ ഗംഭീരമായിട്ട് പല സിറ്റുവേഷൻസ് ടാക്കിൾ ചെയ്യുന്നത് മധുരരാജ സിനിമയിൽ കാണാൻ പറ്റും. മമ്മൂക്ക എന്ന മെഗാസ്റ്റാറിന്റെ മാമൂത്ത് ആയിട്ടുള്ള ആ ഒരു സ്റ്റാർഡം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട സിനിമകളുടെ ലിസ്റ്റിലേക്ക് എന്തായാലും ചേർക്കാവുന്ന സിനിമയാണ് മധുരരാജ എന്ന സിനിമ. മറ്റ് കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ ജയ് എന്ന നടന്റെ കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ടുള്ള എവിടെയും അങ്ങോട്ട് ഓവർപ്ലേ ചെയ്യാത്ത ഒരു നല്ല ക്യാരക്ടറാണ് അനുശ്രീയുടെ അനിയത്തിയായിട്ട് അഭിനയിച്ച മഹിമ നമ്പ്യാർ, നെടുപിടി വേണു, വിജയരാഘവൻ, സിദ്ദിഖ്, വില്ലനായിട്ട് വന്ന ജഗത്പതി ബാബു എല്ലാവരും തന്നെ മികവുറ്റ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. സിനിമയിലെ 4 ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും ഒരുക്കിയിട്ടുള്ളത് ഗോപി സുന്ദറാണ്. 4 ഗാനങ്ങളിൽ സണ്ണി ലിയോൺ പ്രത്യക്ഷപ്പെടുന്ന ഐറ്റം സോങ് വളരെ എനർജറ്റിക് ആയിരുന്നുണ്ട് എങ്കിലും സ്ഥിരം ഒരു സണ്ണി ലിയോൺ ടച്ച് എവിടെയൊക്കെ മിസ്സായി പോയി. എന്നാലും സണ്ണി ചേച്ചിയെ കാണുന്നതിന്റെ ഒരു സുഖം ഉണ്ടായിരുന്നു. ഗോപി സുന്ദറിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ തന്നെ കേട്ട് പഴകിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ എന്തൊക്കെയോ ടെക്സ്ചർ ഉള്ളതുപോലെ തോന്നി. മൊത്തത്തിലൊരു എനർജറ്റിക് ഫീൽ നിലനിർത്തുന്നുണ്ട് BGM. ഷാജികുമാറിന്റെ ക്യാമറ ഈ സിനിമയിലും കളർഫുൾ ആയിരുന്നു. ഒരു കഥാപാത്രത്തിനെ എങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്യണം, ഒരു താരത്തിനെ എങ്ങനെ ക്യാമറയിൽ ട്രീറ്റ് ചെയ്താലാണ് സിനിമയ്ക്ക് ഒരു കാഴ്ചാസുഖം ഉണ്ടാവുക എന്ന് വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട് ഷാജികുമാറിന്റെ ക്യാമറ. പീറ്റർ ഹൈന്റെ സ്റ്റണ്ടിലേക്ക് വരുമ്പോൾ സ്ഥിരം പീറ്റർ ഹൈന്റെ ഒരു കൊറിയോഗ്രാഫി പല സ്ഥലത്തും മിസ്സിംഗ് ആണെങ്കിൽ കൂടി മമ്മൂക്കയ്ക്ക് കൂടി നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്ത് പെർഫോം ചെയ്യാവുന്ന തരത്തിലാണ് സിനിമയുടെ സ്റ്റണ്ട് ഒരുക്കിയിട്ടുള്ളത്. വെൽ കൊറിയോഗ്രാഫഡ് ആയിട്ടുള്ള സ്റ്റണ്ടാണ് മധുരരാജയിലേത്. ആക്ഷൻ ചെയ്യുന്ന ഒരു നായക നടൻ എന്ന നിലയിൽ മമ്മൂക്ക തന്റെ മാക്സിമം ഇൻപുട്ട് നൽകിയ സിനിമയാണ് മധുരരാജ. ഒരു മാസ് മസാല എന്റർടൈനറിന് വേണ്ടി അധികം ചിന്തകളൊന്നുമില്ലാതെ വലിയ രീതിയിലുള്ള ക്രിറ്റിസിസം ചിന്തകളൊക്കെ തലയുടെ ഒരു ഭാഗത്ത് പൂട്ടി വെച്ചുകൊണ്ട് കാണാവുന്ന സിനിമയാണ് മധുരരാജ. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം, ഒരു വട്ടം കാണാം.